വെനസ്വലയിൽ കാണിച്ച പരാക്രമത്തിന് ശേഷം ട്രംപിന്റെ കണ്ണ് ഗ്രീൻലാൻഡിലേക്കായിരുന്നു പോയിരുന്നത്. അടുത്തത് ഗ്രീൻലാൻഡ് ആയിരുന്നു എന്ന് തന്നെയാണ് എല്ലാവരും കരുതിയിരുന്നത്. പക്ഷെ ആ സംശയം ഇപ്പോൾ മാറിയിരിക്കുന്നു. ഗ്രീൻലാൻഡ് ചിത്രത്തിലേ ഇല്ല, പകരം ഇറാനാണ്. ട്രംപിന്റെ അടുത്ത ലക്ഷ്യം ഇറാനാണോ എന്നാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത്. ടെഹ്റാനിലെ തെരുവുകളിൽ നിന്ന് വരുന്ന വാർത്തകൾ അതാണ് സൂചിപ്പിക്കുന്നത്. ഒരു വശത്ത് തകർന്നു തരിപ്പണമായ സമ്പദ് വ്യവസ്ഥ, മറുവശത്ത് ഭരണകൂടത്തിനെതിരെ തെരുവിലിറങ്ങി മരണം വിധിക്കുന്ന സ്വന്തം ജനത. ഇതിനെല്ലാം മേലെ സമുദ്രത്തിൽ ഇറാനെ തൊട്ടടുത്ത് നങ്കൂരമിട്ടിരിക്കുന്നത് അമേരിക്കൻ യുദ്ധക്കപ്പലുകളും. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ചങ്കെടുപ്പ് കൂട്ടുന്ന കാഴ്ചകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സ്വന്തം ജനത തന്നെ ഭരണാധികാരിക്കെതിരെ തിരിയുമ്പോൾ പുറത്തു നിന്ന് ട്രംപ് ഒരു റെഡ് ലൈൻ കൂടി വരയ്ക്കുകയാണ്. അതുകൂടി ആകുമ്പോൾ ഇറാന്റെ നിലനിൽപ്പ് അപകടത്തിലാണോ എന്നതാണ് ചോദ്യം. ഇറാനിൽ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്തി എന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും കനലുകൾ വീണ്ടും ആളിക്കത്തുകയാണ്. പ്രതിഷേധങ്ങളിൽ കൊല്ലപ്പെട്ടവരെ അനുസ്മരിക്കാൻ ഒത്തുകൂടിയ ജനം പരസ്യമായി വിളിച്ചു പറഞ്ഞത് ഖമേനിക്ക് മരണം എന്നാണ്. AFP പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ വെടിയൊച്ചകൾ കേട്ട് ജനം ചിതറി ഓടുന്നതും കാണാം. ഏറ്റവും ഭയപ്പെടുത്തുന്നത് കണക്കാണ്, മരണസംഖ്യയുടെ കണക്ക്. പ്രക്ഷോഭത്തിൽ 3000 പേർ മരിച്ചു എന്നാണ് ഇറാൻ സർക്കാർ പറയുന്നത്. എന്നാൽ മനുഷ്യാവകാശ സംഘടനയുടെ കണക്ക് പ്രകാരം കൊല്ലപ്പെട്ടവരുടെ എണ്ണം 36,500-ലധികമാണ്. ഈ വലിയ അന്തരം ജനരോഷം ഇരട്ടിയാക്കുന്നുണ്ട്. മാത്രമല്ല, പഴയ രാജവാഴ്ച തിരികെ വരണമെന്ന് ആഗ്രഹിക്കുന്നവരും ഇക്കൂട്ടത്തിലുണ്ട് എന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ അടിത്തറ ഇളക്കുന്ന കാര്യമാണ്. എന്നാൽ ഈ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കാൻ ഖമേനി തയ്യാറല്ല. അമേരിക്കയുടെ ഭീഷണികളെ അദ്ദേഹം പുച്ഛിച്ചു തള്ളുകയാണ്. 47 വർഷമായി ഇറാനെ തകർക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല, ഇനിയൊട്ട് കഴിയുകയുമില്ല എന്നാണ് ഖമേനിയുടെ വെല്ലുവിളി. ട്രംപ് അയച്ച യുദ്ധക്കപ്പലിനെ കുറിച്ചും ഖമേനി പരാമർശിച്ചിരുന്നു. അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ അപകടകാരികളാണ് എന്നത് ശരി തന്നെ. എന്നാൽ ആ കപ്പലുകളെ ചെങ്കടലിന്റെ ആഴങ്ങളിലേക്ക് അയക്കാൻ കെൽപ്പുള്ള ആയുധമാണ് അതിനേക്കാൾ അപകടകാരി എന്ന് ഓർക്കുക എന്നാണ് ഖമേനിയുടെ മുന്നറിയിപ്പ്. അതായത് അത്തരത്തിലുള്ള ആയുധങ്ങൾ തങ്ങളുടെ പക്കലുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. പുറമെ ധൈര്യം കാണിക്കുന്നുണ്ടെങ്കിലും അമേരിക്കൻ ഉപരോധവും ആഭ്യന്തര കലാപവും ഇറാൻ ഭരണകൂടത്തെ വല്ലാതെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് എന്നത് ഒരു വസ്തുത തന്നെയാണ്. ഇതിനിടയിലാണ് അമേരിക്കയുമായുള്ള ആണവ ചർച്ചകൾ നടക്കുന്നത്. ഇവിടെയാണ് ട്രംപിന്റെ തന്ത്രം വ്യക്തമാകുന്നത്. വെനസ്വേലയിൽ കണ്ടതുപോലെ നയതന്ത്ര നീക്കങ്ങളിലൂടെ ശ്വാസം മുട്ടിക്കുക എന്ന തന്ത്രം. യുദ്ധത്തിന് മുമ്പായി ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ട്രംപ് വരച്ച ചുവപ്പ് വരകൾ മായ്ക്കാൻ അമേരിക്ക തയ്യാറല്ല. വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇത് വ്യക്തമാക്കി കഴിഞ്ഞു. ഇറാൻ ഒരു കാരണവശാലും ആണവായുധം നേടാൻ പാടില്ല. യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തണം. നയതന്ത്ര വഴിയോ അതോ മറ്റു വഴികളോ, ഇതിൽ ഏത് വേണമെന്ന് ട്രംപ് തീരുമാനിക്കും. മറ്റു വഴികൾ എന്ന പ്രയോഗം സൈനിക നീക്കത്തിനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതേസമയം ഇസ്രയേൽ പറയുന്നത് ഈ ആണവ ചർച്ചയൊക്കെ അമേരിക്കയുടെ വെറും നാടകം മാത്രമാണ് എന്നാണ്. അതായത് ചർച്ച നടത്താൻ ശ്രമിച്ചിരുന്നു, പക്ഷെ ഇറാൻ വഴങ്ങിയില്ല, അതുകൊണ്ട് ഇനി അടിയല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് ലോകത്തിനെ ബോധ്യപ്പെടുത്തണമല്ലോ. അതിനുവേണ്ടിയുള്ള അമേരിക്കയുടെ നാടകമാണിത് എന്നാണ് ഇസ്രയേൽ പറയുന്നത്. അമേരിക്ക ഇനി അടി തുടങ്ങിയില്ല എന്നുണ്ടെങ്കിലും ഇസ്രയേൽ അടി തുടങ്ങുമെന്ന് അവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ചുരുക്കത്തിൽ ഇറാൻ ഇപ്പോൾ ഒരു ഇരുതല മൂർച്ചയുള്ള വാളിന് മുകളിലാണ് നിൽക്കുന്നത്. ഇരുതലയല്ല, പല തലയുള്ള ഒരു വാളിന്റെ മുകളിലാണ് നിൽക്കുന്നത്. അകത്ത് സ്വന്തം ജനതയുടെ പ്രതിഷേധം, പുറത്ത് അമേരിക്കയുടെ സൈനിക നയതന്ത്ര കുരുക്ക്, അതിർത്തിയിൽ ഏത് നിമിഷവും കൊത്തിപ്പറിക്കാൻ കാത്തു നിൽക്കുന്ന ഇസ്രയേൽ. വെനസ്വേലയിൽ കണ്ടതുപോലെ ഭരണകൂടത്തെ സാമ്പത്തികമായി തകർത്ത് ജനങ്ങളെ കൊണ്ട് തന്നെ സർക്കാരിനെ വീഴ്ത്തുന്ന തന്ത്രമാണോ ട്രംപ് പയറ്റുന്നത് എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. വെടിയൊച്ചകൾക്കും മുദ്രാവാക്യങ്ങൾക്കും ഇടയിൽ ടെഹ്റാൻ ഇപ്പോൾ ഒട്ടും തന്നെ ശാന്തമല്ല എന്നുള്ളതാണ് സത്യം. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.